ഹായ് ഫ്രണ്ട്സ്, PSC ഹെൽപ്പ്ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇനി വരാൻ പോകുന്ന പരീക്ഷകളായ LDC ഗാദി ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ VU എക്സാമിനും ആവശ്യമായ പ്രീവിയസ് മാത്സിലെ 18ാം ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10, 25, 46, 73, 106 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇത് എങ്ങനെ നോക്കാം. അതായത് ആദ്യം 10, 25, 46, 73, 106. നമുക്ക് ആദ്യം ഇതിന് ഡിഫറൻസ് ഒക്കെ നോക്കാം. 25 10 പോയാൽ 15, 41 25 പോയാൽ 21, 73 46 പോയാൽ 27, 106 73 പോയാൽ 33. അതായത് 15, 21, 27, 33 എന്നൊക്കെ ഡിഫറൻസ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 15ന് കൂടെ 6 കൂട്ടുമ്പോഴാണ് 21 വരുന്നത്. 15 + 6 21, 21 + 6 27, 27 + 6 33, 33 + 6 എത്രയാണ്? 39. അതായത് 73ന്റെ കൂടെ 33 കൂട്ടുമ്പോഴാണ് 106 എന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 106ന്റെ കൂടെ 39 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 145. അപ്പൊ ആൻസർ 145. സെക്കൻഡ് ക്വസ്റ്റ്യൻ A Bയുടെ മകളാണ്. A Bയുടെ മകൾ. Bയുടെ മകളാണ് ആര്? A. B Cയുടെ അമ്മ. B സിയുടെ അമ്മയാണ്. ഡി സിയുടെ സഹോദരൻ. ഡി സിയുടെ സഹോദരനാണ്. ബിയുടെ മകളാണ് എ, സിയുടെ അമ്മയാണ് ബി, ഡിയുടെ സഹോദരനാണ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി എയുമായുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിയുടെ അമ്മയാണ് ബി എന്ന് പറയുമ്പോൾ എയും സിയും ഡിയും സഹോദരങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഡി എയുമായുള്ള ബന്ധം എന്താ? സഹോദരൻ. അപ്പൊ ആൻസർ സഹോദരൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോഡ് ഭാഷയിൽ സ്ക്വാഡിനെ 5, 3, 6, 7, 8 എന്ന് എഴുതാം എങ്കിൽ ഗാർഡിനെ എങ്ങനെ എഴുതാം? അതായത് സ്ക്വാഡിനെ 5, 3, 6, 7, 8 എന്ന് എഴുതാമെങ്കിൽ ഗാർഡിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ തന്നെ അതിൻ്റെ ക്ലൂ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നോക്കി തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ജി ആണ് കാണേണ്ടത്. ജി ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത ലെറ്റർ എ ആണ്. എയിൽ തന്നിരിക്കുന്നത് 7 എന്നാണ്. നമുക്ക് എന്റെ നേർക്ക് നമുക്ക് 7 എന്ന് എഴുതാം. അടുത്ത ലെറ്റർ യു ആണ്. യുവിന് നേർക്ക് 6 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 6 എന്ന് എഴുതി കൊടുക്കാം. ലെറ്റർ 6 ഇതിൽ തന്നിട്ടില്ല. അടുത്ത് ഡി നേർക്ക് 8 എന്നാണ്. ഇതാണ് നമുക്ക് ആകെ തന്നിരിക്കുന്ന ക്ലൂ. അപ്പം നമുക്ക് ഇനി ഓപ്ഷനിൽ നോക്കിയിട്ട് വേണം നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി 1790. അതായത് ഇത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഓപ്ഷൻസ് എഴുതാൻ. അപ്പോൾ 17,698 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോക്കിൽ 10 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? ആദ്യം 10 മണി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂർ, അതായത് 10 മണി എന്നത് മണിക്കൂർ, 10 മണി മണിക്കൂർ. ആ മണിക്കൂറിനെ നമുക്ക് 30 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10 × 30 300. ഇത് 180നേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്കിതിനെ 360 നിന്ന് മൈനസ് ചെയ്യണം. 360 - 300 60. അപ്പോൾ 60 ഡിഗ്രിയാണ് ആൻസർ. ഇനി ഇതിനേക്കാൾ വേറൊരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലോക്ക് വരച്ചിട്ട് തന്നെ നോക്കാം. ക്ലോക്ക് വരച്ചിട്ട് തന്നെ നോക്കുമ്പോൾ 12, 3, 6, 9, 4, 10 മണി എന്നാണ്. 10 മണീൻ്റെ ഇടയിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അതായത് 10 to 11 അവിടെ 30 ഡിഗ്രി, അതുപോലെ 11 മുതൽ 12 വരെ 30 ഡിഗ്രി. അപ്പോൾ 30 + 30
60 ഡിഗ്രി. ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. ഇനി വേറൊരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ 10 മണി എന്നത് 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ 12-ൽ നിന്നും കുറച്ചിട്ട് നമുക്ക് 30 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ 12 എന്നുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കുക. ആ കുറച്ച സംഖ്യ 30 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പം ഇതിൽ 10 മണി എന്ന് പറയുന്നത് 6-നേക്കാൾ കൂടുതലാണ്. അപ്പം 12 നിന്നും 10 പോയാൽ എത്രയാണ്? 2. അപ്പോൾ 2 × 30 എത്രയാണ്? 60. നമുക്ക് ഈ രീതിയിലും നമുക്ക് കണക്കാക്കാം. അപ്പം ഇതിൽ ആൻസർ 60 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്യത്തിൽ ഇൻഡു ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഹരണത്തിനെയും മൈനസ് ചിഹ്നം ഇൻഡുവിനെയും ഹരണം ചിഹ്നം മൈനസിനെയും സൂചിപ്പിക്കുന്നു എങ്കിൽ 6 × 4 - 5 + 2 ഹരിക്കണം 1-ന്റെ വില എന്ത്? 6 × 4 - 5 + 2 ഹരിക്കണം 1-ന്റെ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ബോർഡ് മാത്സ് ആണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ചിഹ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 × 4 ആ ഇൻഡു ചിഹ്നത്തിന് പ്ലസ് എന്നാണ് എഴുതേണ്ടത്. 6 + 4. ഇനി അടുത്ത മൈനസ് ആണ്. മൈനസ് നമുക്ക് ഇൻഡു എന്ന് എഴുതാം. -5. പിന്നെ അടുത്ത പ്ലസ് ആണ്. പ്ലസ് നമുക്ക് ഹരണം 2. ഇനി ഹരണത്തിന് -1 എന്ന് എഴുതാം. ബോർഡ് മാത്സിൽ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് 5 ഹരിക്കണം 2. ഇത് കൃത്യമായി പോവാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 + 4 × 5 ഹരിക്കണം 2 - 1. ഇങ്ങനെയാണ് കറക്റ്റ്. ഈ 5 ഹരിക്കണം 2 എന്നത് കറക്റ്റായി പോവാത്തത് കൊണ്ട് 5/2 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 + 4 × 5 20. 20/2 - 1. ഇനി നമുക്കിത് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 20/2 എന്ന് കറക്റ്റായി പോവും, വെട്ടിപ്പോവും. അപ്പോൾ 2 20 10. അപ്പോൾ 6 + 10 - 1. അപ്പോൾ 6 + 10 16. 16 - 1 15. അപ്പോൾ ആൻസർ 15. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ അനന്തവിന്റെ റാങ്ക് മുൻപിൽ നിന്നും 17-മതും പുറകിൽ നിന്നും 28-മതുമാണ്. ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം എത്ര? അതായത് അനന്തവിന്റെ റാങ്ക് മുൻപിൽ നിന്നും 17-മത്. അതായത് മുൻപിൽ നിന്നും 17-മത് എന്ന് പറയുമ്പോൾ മുൻപിൽ നിന്നും 16 പ്ലസ് അനന്തു. മുൻപിൽ നിന്നും 17-മത്. അപ്പം അനന്തുവിന്റെ മുന്നിൽ എത്ര പേരുണ്ട്? 16 പേരുണ്ട്. പ്ലസ് പിറകിൽ നിന്നും 28-മത്തെ ആളാണ് അനന്തു. അപ്പൊ 28 എന്ന് പറയുമ്പോൾ അനന്തുവിന്റെ പുറകിൽ 27 വ്യക്തികൾ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പൊ ടോട്ടൽ കുട്ടികൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 16 പ്ലസ് അനന്തു പ്ലസ് 27 എത്രയാണ്? 44. അപ്പൊ ടോട്ടൽ 44 കുട്ടികൾ ഉണ്ടാവും ആ ക്ലാസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ജനുവരി 1-ാം തീയതി വെള്ളിയാഴ്ച എങ്കിൽ 2016 നവംബർ 15-ാം തീയതി ഏത് ദിവസമാണ്? 2016 ജനുവരി 1 വെള്ളിയാഴ്ച എങ്കിൽ നവംബർ 15 ഏത് ദിവസമാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ ജാനുവരി 1-ാം തീയതി മുതൽ നവംബർ 15-ാം തീയതി വരെയുള്ള ഫുൾ ദിവസം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജാനുവരി 1-ാം തീയതി മുതൽ നമുക്ക് മാർച്ച് 15-ാം തീയതി വരെയുള്ള ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചും അതുപോലെ തന്നെ നവംബറും ഒരേ കലണ്ടർ തന്നെയാണ്. അത് അതിവർഷമായാലും സാധാ വർഷമായാലും മാർച്ചും നവംബറും ഒരേ കലണ്ടർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഏപ്രിൽ ജൂലൈ, അതുപോലെ സെപ്റ്റംബർ ഡിസംബർ. മാർച്ചും നവംബറും ഒരേ കലണ്ടറാണ്. അതുപോലെ ഏപ്രിലും ജൂലൈയും ഒരേ കലണ്ടറാണ്. സെപ്റ്റംബറും ഡിസംബറും ഒരേ കലണ്ടറാണ്. അതായത് മാർച്ച് 15-ാം തീയതി ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും നവംബർ 15-ാം തീയതിയും. അതുപോലെ തന്നെയാണ് ഇതെല്ലാതും. അതുകൊണ്ട് നമുക്ക് മാർച്ച് 15-ാം തീയതി വരെയുള്ള
ഫുൾ ദിവസത്തിൻ്റെ കാൽക്കുലേറ്റ് മാ ചെയ്താൽ മതിയാകും. അപ്പോൾ ജാനുവരി 1 തന്നിട്ടുണ്ട്. ജാനുവരിയിൽ 1 കഴിഞ്ഞാൽ ബാക്കി 30 ദിവസം. പിന്നെ ഫെബ്രുവരി ഇത് 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 29 ദിവസം. പിന്നെ നമുക്ക് മാർച്ച് 15 വരെയാണ് കാണാനുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 30 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 4 28, ബാക്കി 2. അപ്പോൾ ബാലൻസ് 2 വരും. അതുപോലെ 29 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 4 28, ബാക്കി 1. അതുപോലെ ഈ 15 7 കൊണ്ട് ഹരിച്ചിട്ട് 7 2 14, ബാക്കി 1. അപ്പോൾ 2 2 + 1 + 1 എത്രയാണ്? 4. അപ്പം ആൻസർ 4 കിട്ടിയിട്ടുണ്ട്. ഇനി 4 എന്താ ചെയ്യേണ്ടത്? അതായത് വെള്ളി കഴിഞ്ഞാൽ ഇനി 4ാമത്തെ ദിവസമായിരിക്കും നവംബർ 15 എന്ന് പറയുന്നത്. വെള്ളി കഴിഞ്ഞ് 4ാം ദിവസം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ 4ാം ദിവസം ചൊവ്വ. അപ്പോൾ നവംബർ 15 തീയതി ചൊവ്വാഴ്ച. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. പച്ച, നീല, ചുവപ്പ് എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങളാണ്. മഞ്ഞ എന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണമാണ്. അപ്പോൾ ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, എലിപ്സ്, ഡാഷ്. അതായത് റെക്റ്റാങ്കിളുമായി ബന്ധമുള്ളത് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ എലിപ്സുമായി ബന്ധമുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എലിപ്സുമായി ബന്ധമുള്ളത് ഓപ്ഷൻ എ സർക്കിൾ ആണ്. എലിപ്സുമായി ബന്ധമുള്ളത് സർക്കിൾ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ സർക്കിളുമായി ഭാഗമാണ്, സർക്കിളിന്റെ ഭാഗമാണ് ബാക്കി ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ എലിപ്സുമായി ബന്ധമുള്ളത് സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, മീര പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നാൽ പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര അകലെയാണ് മീര? അതായത് പി എന്ന ബിന്ദു ആദ്യം മീര നടന്നത് തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ. തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ. വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ. പിന്നെയും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ. വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ. ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ. ഇവിടെ ഇപ്പം മീര നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പി എന്ന ബിന്ദു നിന്നും മീരിപ്പോൾ എത്ര അകലെയാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇവിടെ നിന്ന് ഇതുവരെ 5 മീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതുവരെ, അതായത് 4 മീറ്റർ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയും 4 മീറ്റർ. അപ്പോൾ 5 മീറ്റർ + 4 മീറ്റർ 9 മീറ്റർ. അപ്പോൾ ടോട്ടൽ ആൻസർ 9 മീറ്റർ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്